ഇന്ത്യൻ മാർക്കറ്റിൽ ബുൾസ് അവർ ഓരോ ദിവസവും ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു. ഇന്ത്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് വന്നു, ജാഗ്രതാ നിർദ്ദേശം വന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 614 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം അത് കേരളമാണ്. JN.1 എന്ന് പറയുന്ന ഒരു പ്രത്യേക വേരിയൻറ്റ് കേരളത്തിൽ അത് കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളിൽ കുറച്ച് ജാഗ്രതാ നിർദ്ദേശം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി ഏകദേശം 21,600 റേഞ്ചിൽ എത്തി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പെട്ടെന്നൊരു അടിയന്തര മീറ്റിംഗ് വിളിച്ച് ചേർന്നിട്ടുള്ളത്. 21,600 നിന്ന് നിഫ്റ്റി ഏകദേശം 500 പോയിന്റിലധികം ഇടിഞ്ഞ്, അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 300 പോയിന്റിൽ അധികം, ഇന്നത്തെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 600 പോയിന്റിൻ്റെ അടുത്താണ് ഇന്ന് നിഫ്റ്റി ഇടിഞ്ഞിട്ടുള്ളത്. NSEയിൽ ഏകദേശം 200 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. നിഫ്റ്റി 50യിൽ ഏകദേശം ഒരു 5 കമ്പനീസ് മാത്രമാണ് ഗെയിനിൽ ക്ലോസ് ആയിട്ടുള്ളൂ. 2 റീസണാണ് ഉള്ളത്. ഒന്ന്, മാർക്കറ്റ് അതീവ ബുള്ളിഷാണ്, ഒരുപാട് ദൂരം താണ്ടി മുകളിലേക്ക് പോയി, അതൊരു കാര്യമാണ്. 2, വാർത്ത എന്ന് പറയുന്നത് കോവിഡായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഇതിൻ്റെ ഒരു താഴത്തെ അറ്റം എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പാനിക് സെല്ലിങ് ഉണ്ടായിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് വിക്സ് ഒരു 5% സ്പൈക്കായി. അതുകൊണ്ട് തന്നെ കോൾ സൈഡിൽ പ്രീമിയം ഉയർന്നു. ഡിസംബർ എക്സ്പയറി ഉള്ള മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ അടുത്ത മണി 150 രൂപയിൽ നിന്ന് 500 രൂപയിലേക്ക് വരെ സ്പൈക്കായി എന്നുള്ളതാണ്. വിശദമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വിഷ്വലി നമുക്ക് കാണാം. നിഫ്റ്റി കാണാം 21,586 എന്ന റേഞ്ച് കൺസോൾഡേറ്റ് ചെയ്യായിരുന്നു. പെട്ടെന്നൊരു ഫോൾ ഉണ്ടായി, ഒരു സ്ട്രൈറ്റ് ഫോള് 500 പോയിൻറ്റ് 21,101 ഇപ്പോൾ നിഫ്റ്റി എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 300 പോയിൻറ്റ് നിഫ്റ്റി, സെൻസെക്സ് 930 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 425 പോയിൻറ്റ്. അപ്പോൾ ഈ സെൻസെക്സ് ഒക്കെ ഒരു സിംഗിൾ ഡേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ അടുത്ത ദിവസത്തെ ഏറ്റവും വലിയൊരു ഫോളാണ്. ഇത്ര വലിയ ഒരു ഫോള് നമ്മൾ കണ്ട് മറന്നു പോയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ബുള്ളിഷായി, ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങുകളൊക്കെ കണ്ടുവെങ്കിൽ കൂടിയും ഇതുപോലെയുള്ളൊരു ഇടിവ് കണ്ടിട്ട് കുറച്ച് നാളുകളായി നമ്മൾ. എങ്കിലും ആ ഒരു പഴയ ഓർമ്മയിലേക്ക് വീണ്ടും മാർക്കറ്റ് തിരികെ പോയി. കാണാം NSEയിൽ 204 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തോളൂ. 1934 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി 50യിൽ 4 കമ്പനീസ്, ONGC, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ബ്രിട്ടാനിയ, HDFC. സ്വാഭാവികമായിട്ടും ഒരു കോവിഡ് ഒക്കെ വരുമ്പോൾ ഈ FMCG കമ്പനീസ് എല്ലാം തന്നെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. കൂടാതെ തന്നെ ഫാർമ സെക്ടറിലുള്ള കമ്പനീസും ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ടാറ്റ കൺസ്യൂമറും ബ്രിട്ടാനിയയും ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ബുക്കിംഗ് അദാനി പോർട്ടാണ് 6%, അദാനി എൻ്റർപ്രൈസസ് 6%, UPയിലും ടാറ്റസിയിലും കോൾ ഇന്ത്യയും ശക്തമായിട്ടുള്ളൊരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നാളെ. ഇതിൽ ശ്രദ്ധിച്ച് ഓരോ വാല്യൂസ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഏറ്റവും ടോപ്പിൽ കാണാം PCR 0.48 ആണ് PCR ഉള്ളത്, പുട്ട് കോൾ റേഷ്യോ. ഏറ്റവും താഴെ കാണാം ടോട്ടൽ കോൾസ് ഏകദേശം 9.92 CR, ടോട്ടൽ പുട്ട് 6.15 CR. അതായത് കോള് അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നു. റെഡ് കളറിൽ കാണുന്നത് കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അറ്റ് ദ മണി 21,150 തൊട്ട് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകൾ 50 പോയിന്റ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 21,200, 250 കാണാം. 200 ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, 250 300 കാണാം, 350 കുറവാണ്. 400 450 കുറവാണ്. 500 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, 550, പിന്നെ 600, 650. അപ്പോൾ പുട്ട് സൈഡിൽ കാണാം ഒന്നും ഇല്ല. അതായത് പുട്ട് ഷോർട്ട് ചെയ്യാൻ ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ല. 2 റീസണാണ് ഉള്ളത്. വിക്സ് സ്പൈക്ക് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നോൺ ഡയറക്ഷണൽ പ്ലെയേഴ്സിന് 2 സൈഡിൽ നിന്ന് കിട്ടുന്ന പ്രീമിയം ഒറ്റ സൈഡിൽ നിന്ന് കിട്ടിയെന്നുള്ള ഇതാണ് ഒരു റീസൺ. രണ്ടാമത് ഇതേ പ്രീമിയം തന്നെ മേ ബി നാളെയും കിട്ടും, അതിൽ കൂടുതൽ പ്രീമിയം കിട്ടാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് ഒരു വിമുക്തത കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് തിരികെ പരിശോധിക്കാം. ഈ ഒരു ആഴ്ച കാലിക്കട്ടിലും കൊച്ചിയിലും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുട്ട് കോൾ റേഷ്യോ, ഈ ഓപ്ഷനെ സംബന്ധിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് ഓപ്ഷൻ ഗ്രീക്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും.
അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ഗോൾഡ് $2033 പെർ ഔൺസ്. ഇന്ത്യൻ റുപ്പീസ് ഡോളറിന് നിലയിൽ 83 രൂപ 21 പൈസ. ബ്രെൻഡ് ഓയിൽ $80 പെർ ബാരൽ. ഓസ്ട്രേലിയ ഗ്രീനിലടച്ചു, ചൈന റെഡിലടച്ചു, കൊറിയ ഗ്രീനിലടച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് നല്ലൊരു റാലി. ജർമ്മൻ മാർക്കറ്റ് ഇപ്പോൾ ഫ്ലാറ്റാണ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റും ഫ്ലാറ്റാണ്. FTSE UK മാർക്കറ്റ് എന്നാൽ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ്. ബിറ്റ്കോയിൻ 42,867. ഇന്നലെ 2000 പോയിന്റിന് മുകളിൽ റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നൊരു 250 പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇന്ത്യ വിക്സ് കാണാം 4.5% സ്പൈക്ക്, 14.45. ഡോം ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ IPOയിൽ ഓവർ സബ്സ്ക്രൈബ് ആയ ഒരു IPO ആയിരുന്നു ഡോം ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആർട്ട്, ക്രാഫ്റ്റ്, പെൻസിൽ നിർമ്മാതാക്കളാണ്. ഇവരുടെ പ്രീമിയം 77% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. 790 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. 1400 രൂപ വരെ പോയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ ആളുകൾക്ക് കൺഗ്രാജുലേഷൻ. താഴെ നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ സന്തോഷം അറിയിക്കുക. നസാറ ടെക് ഓൺലൈൻ ഗെയിം കമ്പനിയാണ്. സെറോദക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനിയാണ് നസാറ ടെക്. അപ്പോൾ നസാറ ടെക് ഏകദേശം ഒരു 5% എന്നൊരു ചെറിയൊരു സ്പൈക്ക് ഉണ്ടായി ഏർലി മോർണിംഗ്. ഒരു 4 ഗെയിമിംഗ് സ്റ്റുഡിയോ കമ്പനീസായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. TVS ഇന്ത്യയിലെ ലീഡിങ് ബൈക്ക് മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ അവർ പ്രീമിയം സെഗ്മെൻറ്റുള്ള ബൈക്കുകൾ കൊണ്ടുവരുന്നു, ഉയർന്ന CC ഉള്ള വാഹനങ്ങൾ കൊണ്ടുവരുന്നു. അപ്പാച്ചെ അവർ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ള ന്യൂസുകൾ. ഡൽഹി കേന്ദ്രമായിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രക്കിംഗ് ടെർമിനൽ അവർ ലോഞ്ച് ചെയ്തതായത് കമ്പനി അറിയിച്ചു. സെൽസാറോ ടെക്നോ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 4:1 റേഷ്യോയിൽ ഇഷ്യൂ ചെയ്യും. HDFC ബാങ്ക് റിസൾട്ട് ജാനുവരി 16 ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ലോകത്തിലെ തന്നെ എലൈറ്റ് ഗ്രൂപ്പിലുള്ള ബാങ്കാണ്. മെർജിന് ശേഷം എലൈറ്റ് ഗ്രൂപ്പിൽ വന്ന HDFC ബാങ്കിൻ്റെ റിസൾട്ട് ജാനുവരി 16. ഐഡിയ ട്രായുടെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ മാസം ഐഡിയ 7 ലക്ഷം ആളുകൾ കൊഴിഞ്ഞു പോയി. എയർടെല്ലിന് 13 ലക്ഷം സബ്സ്ക്രൈബറിനെ കിട്ടി. ജിയോക്ക് 34 ലക്ഷം സബ്സ്ക്രൈബറിനെ കിട്ടി. കൊച്ചിൻ ഷിപ്പ്യാർഡായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് 488 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ളതാണ് ന്യൂസ്. നാളെ രാവിലെ 7:00 വിശദമായിട്ട് ഇത്തരത്തിലുള്ള കോവിഡ് അപ്ഡേറ്റ്സ് ഉൾപ്പെടെയുള്ള മാർക്കറ്റായിട്ട് 7:00 എത്താം. പുത്തൻ സ്റ്റോക്ക് ന്യൂസായിട്ടും എത്താം. ശുഭരാത്രി. താങ്ക് യു. ബൈ ഓൾ.